ഓപ്പർച്യൂണിറ്റി എന്ന സാധനം എപ്പോഴേ കിട്ടുള്ളൂ. അപ്പം അത് ചൂസ് ചെയ്യുമ്പോൾ അതായത് മുതലെടുക്കാൻ പഠിച്ചണം ആദ്യം. അതായത് നമ്മൾ വിചാരിച്ചും നമ്മൾ മുണ്ടാന്നാൽ നമ്മളവിടെ സ്റ്റാൻഡേർഡ് ആയിരുന്നു. പക്ഷേ മുണ്ടുമ്പോഴാണ് നമുക്ക് നമ്മളെ ഒരു ഗ്രാഫ് ഒന്നുകൂടി പൊക്കാൻ പറ്റുള്ളൂ. ബേസിലിൻ്റെ കൂടെ പൃഥ്വിരാജിൻ്റെ കൂടെ കുറേ ഫോട്ടോസ് കണ്ടു. ഇതെന്താണ് സംഭവം എന്താ വെച്ചാൽ നമ്മളെ കഴിഞ്ഞു പോയ സൂപ്പർ ലീഗിൽ എനിക്ക് ചെറിയ റോൾ ഉണ്ടായി. എന്താ വെച്ചാൽ എൻ്റെ നാട്ടിലെ ഒരാളാണ് ഈ ഇംതിയാസ് AD21 നിങ്ങൾക്ക് അറിയാണ്ടാവും. ഫുട്ബോൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ മൂപ്പര് ഒരു ദിവസം അങ്ങനെ സ്റ്റാറ്റസ് ഇട്ട് എന്ത് ഈ വ്ളോഗേഴ്സ് മീറ്റപ്പ് നമ്മളെ ഏകദേശം പറഞ്ഞാൽ ചൂരൽമല ആ വിഷയത്തെ തോന്നുന്നുണ്ട്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ആ ഒരു വിഷയത്തിൽ ഫണ്ട് ശേഖരണമായിട്ട് ഈ വ്ളോഗേഴ്സ് ഒരുമിച്ച് ഒരു മീറ്റപ്പായിട്ട് ഒരു ഫുട്ബോൾ കളിക്കുന്നത് ഒരു ഫുട്ബോൾ മാച്ച്. അപ്പോൾ അങ്ങനെ പയ്യനാട് സ്റ്റേഡിയത്തിൽ വെച്ച് കളിയെടുക്കുന്ന സമയത്ത് ഞാൻ മൂപ്പർക്ക് വിളിച്ചാണ്ട് വെച്ച് ജാസ്ക എനിക്ക് എല്ലാവരും ഒന്ന് കാണാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കിയെന്ന് വെച്ച് ആജ് പോര് ഈ മഞ്ചേരിക്ക് എത്തിയാൽ മതി, മഞ്ചേരി നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ യാദിൽ പിന്നെ മുനീർക്ക പിന്നെ ഓൾറൗണ്ട് കൺസ്ട്രക്ഷൻ ആ ടീം പിന്നെ അൻഷിഫ് മൂനിക്കൽ പിന്നെ അർജുന് പിന്നെ അങ്ങനെ ഒരുപാട് പേര് കുറേ ഒക്കെ ഉണ്ട്, പേര് കറക്റ്റ് പോകുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ കണ്ട് അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കി മൂപ്പര്. പിന്നെ എൻ്റെ മൂപ്പര് ഒരു ദിവസം വിളിക്കണേ ഫ്രാൻസിലെ എന്താ പരിപാടി വെച്ച് എന്താ പരിപാടിയൊക്കെ ആർക്കിട്ട് എന്നൊരു നല്ലൊരു സ്കീമുണ്ട് സൂപ്പർ ലീഗിൽ വീഡിയോഗ്രാഫറായിട്ട്. അതായത് മൂപ്പര് കണ്ടന്റ് ക്രിയേറ്റർ ആണല്ലോ. അപ്പോൾ കണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് മൂപ്പരിനോട് വിളിച്ച് എന്താ ഫ്രീ ആണോ ചോദിച്ചപ്പോൾ ഫ്രീ ആണ്. അപ്പോൾ ഒന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോഴിക്കോട് സ്റ്റേഡിയത്തിൽ വന്നാൽ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതിന് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വെറുതെ പോയാക്കിയപ്പോൾ സൂപ്പർ ലീഗാണ്. അപ്പം മൂപ്പര് വിളിച്ചല്ലേ, അപ്പോൾ അങ്ങനെ പോയതാണ് സൂപ്പർ ലീഗ് ആകുമ്പോൾ. അപ്പോൾ ഞാൻ അങ്ങനെ നടത്തി പോയപ്പോൾ മൂപ്പര് ടാഗൊക്കെ വന്നു വൻ സെറ്റപ്പ്. അതായത് അതിൻ്റെ ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ ടാഗ് കിട്ടിയാലേ കയറാൻ പറ്റുള്ളൂ. പാസ് ഉണ്ട്, എൻട്രി പാസ് ഉണ്ട്, അല്ലാതെ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ എൻട്രി പാസ്സൊക്കെ ആക്കി ഞാനാദ്യമായിട്ട് ഒരു ലീഗിൽ, അതായത് കേരളത്തിൽ ലീഗിൽ അങ്ങനെ വലിയൊരു ലീഗിൽ പോണത്. അതായത് ഉള്ളിലേക്ക് പ്രവേശനം പറഞ്ഞ സംഗതി ഞാൻ അതുവരെ കണ്ടിട്ടില്ല. നമ്മൾ പുറത്തുനിന്ന് കേരളത്തിൽ നിന്ന് സെവൻസ് കളിയാണ് അല്ലെങ്കിൽ 11s കളിയാണ് ആ ഒരു മൂടുള്ളൂ. ഞാൻ ആദ്യമായിട്ട് ഇപ്പോൾ ഉള്ളിലേക്ക് ചെന്നിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അങ്ങനെ മൂപ്പരെ വീഡിയോ എടുത്ത് വീഡിയോ എങ്ങനെ വെച്ചാൽ മൂപ്പര് നമ്മളെ ഇൻസ്റ്റാഗ്രാം സൂപ്പർ ലീഗിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മൂപ്പര് ഫേസായിട്ട് മാറിയ ഒരു സംഗതിയാണ് സംഭവം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പം പിന്നെ മൂപ്പര് എന്നെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. എനിക്ക് അത്യാവശ്യം വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെ മൂപ്പര് എന്നെ വീഡിയോ എടുക്കൊണ്ടതിൽ ഒരു വേറെ ലോകം തന്നെ പറയാം. കാരണം വെച്ചാൽ നമുക്ക് ഹാപ്പിനെസ് എന്ന സംഗതി എനിക്ക് അവിടെ മെയിനായിട്ട് കിട്ടും. കാരണം ഞാൻ പണിയെടുക്കാൻ തോന്നില്ല എനിക്ക്. കാരണം പാറി കളിച്ചാൽ ഞാൻ മൂപ്പര് മാറി കളിച്ചാൽ ഞാനും പാറി കളിച്ചാൽ. അപ്പം ഫുട്ബോൾ നമുക്ക് എപ്പോഴും ഇദ്ദേഹത്തിലുള്ള സാധനമാണല്ലോ. ഞാൻ ഫുട്ബോളിൽ നിന്നാണ് വന്നതും. അത് എൻ്റെ നാട്ടിൽ തെറ്റമ്പൽ കളി എന്ന സമയത്താണ് ഞാൻ ഈ ഗീവ് പറഞ്ഞ സാധനം ഫസ്റ്റ് പൊട്ടിച്ചത്. അപ്പം ഈ ഫുട്ബോൾ എന്ന സാധനം പിന്നെ അങ്ങോട്ട് എത്തിച്ചെന്നെ മൂപ്പര് അങ്ങനെ എന്നെ വിളിച്ചാൽ ചെയ്ത്. അപ്പം അങ്ങനെ ഫൈനലിൻ്റെ അന്നും അതിൻ്റെ തലേന്നും, അതായത് ഈ കാലിക്കറ്റ് FCൻ്റെ മാച്ചിലന്നൊക്കെ ബേസിൽ ജോസഫ് വരും, മിക്ക കളിക്കും. അങ്ങനെ ഫൈനലിനാണ് പൃഥ്വിരാജിനെ കാണുന്നത്. ഞാൻ വലിയൊരു മനുഷ്യൻ ഇങ്ങനെ വരിക, എന്താ ഒരു റഷറും വലിയൊരു മനുഷ്യൻ, ഒരു ഗമുള്ള ഒരാൾ. അയാളപ്പോൾ ആണെങ്കിൽ 2 ബോഡി ഗാർഡ്സ്. ഞാൻ എങ്ങനെയും പഠിച്ചോനെ തിരികണല്ലോ, ഇപ്പം അങ്ങ് മറിക്ക്. അപ്പോൾ ഒരു രക്ഷയില്ല ചെങ്ങനെ എത്തി കോട്ടണിൽ പഠിച്ചോനെ, പിന്നെ പോയി തിരികാൻ നോക്കി, ഒരു രക്ഷയില്ല. അപ്പോൾ അങ്ങനെ തട്ടി നേരെ സെൽഫി എടുത്താണ്. അതെങ്കിൽ ഔലിയെങ്കിൽ ഔലി പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് അങ്ങനെ ആ ഫോട്ടോ കിട്ടി. പക്ഷേ ബേസിൽ ജോസഫ് ആള് നിഷ്കളങ്കനും നല്ല ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് മാത്രം മൂപ്പര് ബോഡി ഗാർഡിനെ നോക്കാത്തതുകൊണ്ട് മാത്രം മൂപ്പരെ കജ്ജ് കിട്ടി. അതെ, അതായത് എനിക്ക് ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയി മാറി സൂപ്പർ ലീഗ് എന്ന സാധനം. സൂപ്പർ ലീഗിൽ ഞാൻ ഓരോ കോളേജുമായി ബന്ധപ്പെട്ട്, അതായത് എനിക്ക് കോളേജിലേക്ക് വിളിക്കും. ഞാൻ കോർഡിനേറ്റ് അല്ലേ, അതായത് കോളേജിലേക്ക് വിളിച്ചാണ്ട് നമുക്ക് ഗസ്റ്റ് ഉണ്ട്, ഇംതിയാസ് AD21 ആളുണ്ട്, മൂപ്പരെ ഒരു ഡേറ്റ് ഫിക്സ് ആക്കാൻ. അപ്പം അങ്ങനെ ഈ സൂപ്പർ ലീഗ് എന്ന സാധനം ഫേമസ് ആക്കുക. അതായത് ഇങ്ങനത്തെ ഒരു ലീഗ് നടക്കുന്നുണ്ട്. ഫസ്റ്റ് ലീഗ് നടക്കുന്നത് 2024 സെപ്റ്റംബറിലോ ഒക്ടോബറിലോ തോന്നുന്നുണ്ട്. സെപ്റ്റംബറിലോ തോന്നുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ഡേറ്റും കുറവില്ല.
അപ്പം നവംബറിൽ തീർന്നു. അപ്പോൾ അങ്ങനെ ആ കളി അങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഭയങ്കര സംഭവമായി സൂപ്പർ ലീഗ്. അപ്പോൾ പറ്റുന്നവരൊക്കെ മാക്സിമം സൂപ്പർ ലീഗിൽ എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ കഴിയും, അല്ലെങ്കിൽ ഏതെങ്കിലും ലീഗിൽ ഭയങ്കര രസമാണ്. കാരണം വെച്ചാൽ നമ്മുടെ അടുത്തൊരു ഫോണും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ പല സംഭവങ്ങളും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഭയങ്കര എക്സ്പീരിയൻസ് ആയി പോയി. അതിന്മേൽ തന്നെ നമുക്ക് കുറേ കണക്ഷൻസും കിട്ടി. നെറ്റ്വർക്കിങ് ഭയങ്കര നെറ്റ്വർക്കിങ്. ഇപ്പം എൻ്റെ വ്ളോഗിങ് ആയാലും അതിൽക്കൂടെ പീരീഡ് നടക്കും. അപ്പം ഇംതിയാസ്ക്ക് നമ്മളെ കൊണ്ടുപോയതുകൊണ്ട് നമുക്ക് ഒരു ലൈഫിലൊരു കുറേ ബന്ധങ്ങൾ നമുക്ക് കിട്ടി, ഒരുപാട്. അപ്പം ഇപ്പോൾ RJ വിജയരവണൊക്കെ അല്ലേ, അതിനെ കാണാൻ കഴിഞ്ഞ്. അതൊക്കെ ആങ്കറിങ് മെയിനായിട്ട് ചെയ്യുന്ന ആളാണല്ലോ. പിന്നെ ഇപ്പോൾ ആരൊക്കെ, ആസിഫലിനാണ് അവർ നോക്കിയത്, കഴിഞ്ഞില്ല. പിന്നെ പറഞ്ഞാൽ ബേസിൽ ജോസഫ് 2 ടൈം ഫോട്ടോ എടുത്തിന്. ഒരിടത്ത് ഫോട്ടോ സമയത്ത് എൻ്റെ കൈൻ്റെ ഇവിടെ ഒരു ആക്സിഡൻ്റ് കറക്റ്റ് വട്ടം കാണുന്നുണ്ട്. ഈ വട്ടം കറക്റ്റ് വട്ടം അതിൽ കറക്റ്റ് കാണണോ ഈ വട്ടം. അപ്പോൾ എന്താ വെച്ചാൽ ആക്സിഡൻറ്റ് ഒരു പട്ടം കിട്ടിയ ആളെ നമ്മളെ. പക്ഷേ നമ്മളതൊന്നും നിലനിൽക്കുള്ളൂ. കാരണം വെച്ചാൽ ആ ആക്സിഡൻറ്റ് പറ്റിയ പിറ്റേന്ന് തന്നെ ഞാൻ കൊടുക്കുക പോയെങ്കിൽ ട്രിവാൻഡ്രം കളിക്കാം, സൂപ്പർ ലീഗ് കളിക്കാൻ ട്രിവാൻഡ്രത്ത് പോയിന്. അതായത് ആ കളി കഴിഞ്ഞ ഉടനെ, അതായത് ബേസിൽ വന്നത് കോഴിക്കോടത്തെ കളിക്കുന്നേ. അപ്പോൾ അതിന് ശേഷം നേരെ നമ്മൾ പോകുന്നത് നേരെ ട്രിവാൻഡ്രത്തേക്കാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പോയിക്കണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ വെച്ചാൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ച സംഗതികളൊക്കെ പഠിച്ചോൻ തരും എന്നാണ്. അപ്പം ഈ ബേസിൽ ജോസഫൊക്കെ പറഞ്ഞാൽ നമ്മൾ സിനിമയെ കാണുന്ന മാതിരി നമ്മൾ എപ്പോഴെങ്കിലൊക്കെ കാണോ വിചാരിച്ചിരിക്കേന്. അപ്പോൾ പഠിച്ചോ അത്ര പെട്ട് തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ പൃഥ്വിരാജൊക്കെ വരുമ്പോൾ പണ്ടേ ചെറുപ്പകാലത്ത് ഇങ്ങനെ പച്ചമാങ്ങ സാധനം ഉണ്ടല്ലോ, ആ പാട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ആ ഒരു സാധനം ഇങ്ങനെ നമ്മൾ പൃഥ്വിരാജ് ഒരു സംഭവം, പൃഥ്വിരാജ് സുകുമാരൻ. പക്ഷേ മൂപ്പര് വന്നപ്പോൾ 2 ബോഡി ഗാർഡിന് കൊണ്ടുവരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇനി അയാളെപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ ഉള്ളൊരു ഗെയിമിലേക്ക് സുപ്രിയനെ കണ്ടപ്പോൾ, സുപ്രിയ ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട്, എല്ലാ കളിക്കും ഏകദേശം കളിക്കൊക്കെ വരലുണ്ട്. തോറ്റപ്പോൾ പോയും ചെയ്യും. തോറ്റാടെ നിന്നിട്ട് കാര്യമല്ലോ, പിന്നെ മാനം പോയി. അതെ തോറ്റ് കഴിഞ്ഞാൽ നിന്നിട്ട് കാര്യമല്ലോ. പിന്നെ നമ്മളായാലും പോയല്ലോ. അതെ അപ്പോൾ പോയും. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര സംഭവം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ബേസിലിന്റെ കൂടെ പക്ഷേ ബേസിലിന്റെ ഒറ്റ സാധനം കിട്ടിന്, എന്ത് ഒരു ക്യാപ്ചർ. അതായത് എൻ്റെ വീഡിയോയിലുണ്ടാവും. അതായത് ഈ ഫൈനലിലെ മൊത്തത്തിലുള്ള അവിടെ നടന്ന എല്ലാ സംഗതികളും ഞാൻ ക്യാപ്ചർ ചെയ്തിട്ട് ഞാൻ വോയിസ് ഓവർ എടുത്തിട്ടുണ്ട്. ഇതുവരെ ആരും ചെയ്തിട്ടില്ല. ആ മൊത്തത്തിൽ, അതായത് A to Z കാര്യം തുടങ്ങിയത് മുതൽ എൻ്റെ വരെയുള്ള സംഗതികൾ മൊത്തം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാം. അതെ കാണത്തിലൊക്കെ വേണം. അതെ അതിൽ നമ്മളെ ബെൽഫോർട്ട്, അനസെടുത്തുടിക, പിന്നെ റാഫിക്കൊക്കെ പോയിട്ട് കുറേ ആയി. പക്ഷെ മൂപ്പരെ കാണാൻ കഴിഞ്ഞ് വിനീതിനെ, അതായത് എനിക്ക് ഒറ്റ ഫ്രെയിമിൽ കാണാൻ പറ്റിയ 2 ഇന്ത്യൻ പ്ലേയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ വിനീതേട്ടനും പിന്നെ അനസെടുത്തുടിക. ഓല ഉണ്ടല്ലോ എനിക്ക് ഒറ്റ ഫ്രെയിമിൽ കാണാൻ പറ്റി. ഓലപ്പൊരു ഫോട്ടോ എടുക്കാൻ പറ്റി. അതിൻ്റെ വീഡിയോ അതെ ഓല ഉണ്ടല്ലോ എനിക്ക് ഒറ്റ ഫ്രെയിമിൽ കാണാൻ പറ്റി, ഓലപ്പോൾ ഫോട്ടോ എടുക്കാനും പറ്റി. അത് വലിയൊരു മൊമെൻ്റാണ്. ലൈഫിൽ അങ്ങനെ സംഭവങ്ങള് ബാക്കിൽ കളിക്കുന്ന സാധനം എന്ന് പറയുന്നത് ക്യാമറ ഫോണാണ്. അതെ അപ്പോൾ ക്യാമറ ഫോണ് മെയിനായിട്ട്. പിന്നെന്താ വെച്ചാൽ ഇപ്പം 2 ഗസ്റ്റായിട്ട് 2 കോളേജിൽ പോയി. അപ്പം ഞാൻ വിചാരിച്ചില്ല എത്തത്ത് പഠിച്ചോനെ, ഞാനിപ്പോൾ അത്രയൊക്കെ ആയോ, ഞാനോ പഠിച്ചറേ. അപ്പോൾ ഞാൻ വരണോ അജു വന്നാൽ മതി, അത് റെഡിയാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും പ്രതീക്ഷിക്കണം വെച്ച് ഒരു വീഡിയോ അല്ലേ, അതൊന്നും പ്രശ്നമല്ല, എന്നാലും എന്നെ വിളിച്ചല്ലോ ഇനിയിപ്പോൾ ഞാൻ വന്നാണ്ട് ഇനി പ്രസംഗിക്കേണ്ടി വരും. പക്ഷേ പ്രസംഗിച്ച് അറിയില്ലാണോ, ഇനിയിപ്പോൾ ഇനി വേറെ എന്തെങ്കിലും ഉദ്ദേശിക്കണം അറിയില്ല. അതിൽ വീഡിയോ മതി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ അല്ല അത് റെഡിയാക്കാറ്. അപ്പോൾ മാഷാഅല്ലാഹ് അൽഹംദുലില്ലാ അത് അടിപൊളിയായിട്ട് നമ്മൾ ചെയ്ത് കൊടുത്ത്. ഇതേമാതിരി സിൽവാൻ മുസ്തഫ അല്ലേ, സിൽവാൻ മുസ്തഫയുടെ ഡയലോഗ് ഉണ്ട്. പണ്ട് മൂപ്പരൊരു വീഡിയോ ട്രെൻഡായി. അപ്പോൾ മൂപ്പരൊരു കോളേജിലൊരു ഇതിനാണ് ചെന്നത്. അവിടെ വരേണ്ട ഗസ്റ്റ് അന്ന് വന്നില്ല. ആ സമയത്ത് മൂപ്പരെ യാദൃച്ഛികമായിട്ടാണ് മൂപ്പരെ വിളിക്കപ്പെടുന്നത്. അതുപോലെ സിൽവാൻ മുസ്തഫ എന്ന് പറയുന്ന ആൾ യൂട്യൂബിൽ വീഡിയോ ഉണ്ട്, കാണാൻ പെണ്ണുങ്ങളും കുടുംബക്കാരും ഉണ്ടെന്ന് പറഞ്ഞു നടക്കുന്ന ഒരാളാണ് മൂപ്പര്. അപ്പോൾ യാദൃച്ഛികമായിട്ട് മൂപ്പരെ പ്രോഗ്രാമിന് വിളിച്ചു. മൂപ്പരെ സ്റ്റേജിൽ കയറിയ സമയത്ത് മൂപ്പരെ ഒരു ലൈന് എന്താ പറയുക, മൂപ്പരെ കടയിൽ വന്നിട്ട് ചോദിച്ചു ഇതേപോലെ ഒരു സംഭവം. അതായത് നിങ്ങളിങ്ങനെ എന്താ അവിടെ ജോലി എടുക്കുകയാണോ, അതായത് പേരേന ഓളെ വിചാരം ഇവനൊക്കെ ഏതോ ഷൊണ്ണായിട്ട് പോയിട്ടുണ്ടാവും.
എന്താ അവിടെ പണിയെടുക്കുകയാണോന്ന് ചോദിച്ചു. അപ്പൊ പണിയെടുക്കുകയാണെന്ന് ചോദിച്ച സമയത്ത് മൂപ്പര് പറഞ്ഞു ഇതിന്റെ കമ്പനിയാണെന്ന് പറഞ്ഞ സാധനം മൂപ്പര് മാസമായിട്ട് പറഞ്ഞു. കോളേജിൽ കുട്ടികൾ ഫുള്ള് കൂക്കി അങ്ങോട്ട് പൊക്കി അടിച്ചിട്ട് കൊടുത്തു. അന്നാ മൂപ്പര് വീഡിയോ ട്രെൻഡായി. പിന്നെ മൂപ്പർക്ക് അവിടുന്ന് അങ്ങോട്ട് ഫുൾ ട്രെൻഡ്. ഇപ്പൊ സിൽവാൻ മുസ്തഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ട്രെൻഡാണ് കാണുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും പ്രോഗ്രാമിൽ പോയി കഴിഞ്ഞാൽ സ്റ്റേജും മയക്കും കിട്ടിയ പറയാൻ പറ്റില്ല. അതായത് ഓപ്പർച്യൂണിറ്റി എന്ന സാധനം എപ്പോഴേ കിട്ടുള്ളൂ. അപ്പം അത് ചൂസ് ചെയ്യുമ്പോൾ അതായത് മുതലെടുക്കാൻ പഠിച്ചണം ആദ്യം. അതായത് നമ്മൾ വിചാരിച്ചു നമ്മൾ മുണ്ടാന്നാൽ നമ്മളവിടെ സ്റ്റാൻഡേർഡ് ആയിരുന്നു. പക്ഷെ മുണ്ടുമ്പോഴാണ് നമ്മൾക്ക് നമ്മളെ ഒരു ഗ്രാഫ് ഒന്നുകൂടി പൊക്കാൻ പറ്റുള്ളൂ. ഓപ്പർച്യൂണിറ്റി ഇങ്ങോട്ട് വന്ന് ഒക്കെ റെഡിയാക്കി തന്ന് പ്ലേറ്റിൽ വിളമ്പി തിന്നിട്ടെന്ന് വിചാരിച്ച് ഞാൻ നടക്കില്ല. ചിലപ്പോ ബൊഫേ പോകേണ്ടി വരും, ചിലപ്പോ പോയി ചോദിക്കുക വാങ്ങേണ്ടി വരും. വീട്ടിനോട് തിന്ന പൊരിക്കുക അടിക്കുക, ലൈഫ് സെറ്റ് ആക്കുക. അതാണ് ജീവിതം. മനസ്സിലായിക്കോളി ഗായ്സ്. വീട്ടുകാരൊക്കെ എന്താ അവസ്ഥ? ഇതൊക്കെ ചെയ്താണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണോ ഇങ്ങനെ പരിപാടി ചെയ്യണോ? ആദ്യം പിന്നെയും. അതായത് നമ്മൾ ഈ പരിപാടിക്ക് ആദ്യം ഇറങ്ങുന്ന സമയത്ത് ഒരുക്കുണ്ടായിരുന്ന സംഭവം, അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ അൻസിൽ വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ അറിഞ്ഞു തുടങ്ങിയപ്പോൾ ഒരുക്കുണ്ടായിരുന്ന സംഭവം, അത് രണ്ടും തമ്മിലുള്ള മാറ്റം എന്താ? അതായത് ഞാൻ ഈ പ്ലാറ്റ്ഫോം എങ്ങനെയും കജുത്താണ്ട് കിക്കാൻ പറഞ്ഞ ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഫാമിലി പരമായിട്ട് ഓരോരും സപ്പോർട്ടില്ല. എന്താ വെച്ചാൽ ഒരു ജോബ് വേണമെന്നാണ് എല്ലാവർക്കും ഒരു മൈൻഡ്. എന്താണ് സോഷ്യൽ മീഡിയ അറിയാത്ത ആൾക്കാരാണ്, എന്താണ് ഈ സംഭവത്തിൽ ഉണ്ടാക്കുന്നത് എന്തോ അറിയില്ല. ഇപ്പോൾ ഓൾക്ക് എന്തോ ഒരു പിടുത്തം കിട്ടുന്നുണ്ട്. ഈ ചങ്ങായി അറിയാൻ തുടങ്ങി. എന്തോ ഒരു സാധനം വരുന്നുണ്ട്, പെരയൊക്കെ കുറച്ച് പൈസ കൊണ്ടുവരുന്നുണ്ട്, അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അതിനെ സപ്പോർട്ട് ചെയ്യാം. അല്ലെന്നില്ല, അതെ ആ ഒരു സാധനം, അതായത് പൈസ ഒക്കെ കൊണ്ടുവരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇപ്പം മാഷാഅല്ലാഹ് ഒരു പൈസ ഇങ്ങനെ പെരയൊക്കെ കൊണ്ടിറക്കാനുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും ആ പൈസക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറഞ്ഞത് അത് ഭയങ്കര ഹാപ്പിനെസ്സാണ്. ഞാൻ അക്കൗണ്ട്സ് അക്കൗണ്ട്സ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതുവരെ ഒരു പൈസ വീട്ടിൽ കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് എനിക്ക് ഇഷ്ടപ്പെട്ട വർക്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം അതിനായതുകൊണ്ടും ഞാൻ ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ ചിന്തിക്കുന്ന ആ സാധനമായതുകൊണ്ടും മാത്രം എനിക്ക് പഠിച്ചപ്പോൾ മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് ഒരു ഇൻകം മാസത്തിൽ തരുന്നുണ്ട്. ആ ഒരു ഇൻകത്തിൽ എൻ്റെ ഫാമിലിനെ അത്യാവശ്യം നോക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് റാത്താണ്. നമ്മളൊരു ആശാൻ പറഞ്ഞ ഡയലോഗുണ്ട്, അതായത് നാസർക്ക എന്നാണ് ആശാൻ്റെ പേര് കേട്ടോ. മൂപ്പര് പറഞ്ഞ ഡയലോഗ് ഉണ്ട്, അതായത് നമ്മൾ പൈസന്റെ ബാക്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം കിട്ടൂല. നമ്മൾ ഇഷ്ടപ്പെട്ടൊരു സാധനം, അതായത് ഒരു ഊണും ഉറക്കും ഇല്ലാതെ നമ്മൾ രാത്രിയൊന്നുമില്ലാതെ പകരൊന്നുമില്ലാതെ ഒരു സാധനത്തിന് അത്രയും കഷ്ടപ്പെട്ടിട്ട് ഇഷ്ടപ്പെട്ട് എൻ്റെ ബാക്കിൽ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പോയിന്റ് കഴിയുമ്പോൾ അത് നമുക്ക് പൈസ ഇങ്ങോട്ട് തരാൻ തുടങ്ങും. അല്ലേ? ഭയങ്കര സാധനമാണ് അത്. മൂപ്പര് അന്ന് ഞാൻ ആദ്യം മൂപ്പരെ കണ്ട സമയത്ത് മൂപ്പര് ഇത് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. കാരണം ഞാൻ ഇതേമാതിരിയാണല്ലോ ഉറക്കം വെച്ചിട്ട് ഞാൻ ക്യാമറ നോക്കി നടക്കണല്ലോ, അങ്ങനെയല്ലോ. അപ്പോൾ അന്ന് എനിക്കൊരു സാധനം ഉണ്ടായിരുന്നു, അതായത് ഞാൻ ക്യാമറമാനാണ്, എനിക്ക് പണികൾ എടുക്കാൻ അറിയാം, ആവശ്യമുള്ളവർക്ക് വരട്ടെ, ആ മെന്റാലിറ്റി ആയിരുന്നു. മൂപ്പരിപ്പം കൂടിയ ഒരു സാധനം മാറ്റം വന്ന് മനസ്സിലായി തുടങ്ങിയതിന് ശേഷം ഞാനിപ്പോൾ ഇഷ്ടപ്പെട്ട സാധനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് പോകാൻ ഞാൻ എൻ്റെ ബാക്കിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ മൂപ്പര് പറഞ്ഞ മാതിരി ഞാൻ അന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ പൈസ ഞാനിപ്പോൾ സിമ്പിളായിട്ട് അറിയാതെ എൻ്റെ കൈക്ക് വരുന്നുണ്ട്. അപ്പൊ മൂപ്പര് പറഞ്ഞത് ഭയങ്കര കറക്റ്റ്. പറഞ്ഞ സാധനം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ഈ അക്കൗണ്ട്സിന് പോയി ഞാൻ ദുബായിൽ പോയി, എന്നെ ഒരു പൈസ ഉണ്ടാണ്ട് ഞാൻ കാണുന്നില്ല. പക്ഷെ ഇന്ന് എനിക്ക് പൈസ ഉണ്ടാണ്ട് ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഈ വരും പൈസ കൊണ്ട് കൊടുക്കുന്നുണ്ട്, ഓരോ സന്തോഷം കാണുന്നുണ്ട്. ഈ എന്നാലും എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനങ്ങൾ ചെയ്യണം, ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ചെയ്യേണ്ടത്. ഇനി ഇതിന്റെ അപ്പുറത്ത് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ വേറൊന്നുണ്ട്, നമ്മൾ പഠിച്ചവന് കൊടുക്കാനുള്ള കൊടുത്തു കഴിഞ്ഞാൽ, ഫാമിലിക്ക് കൊടുക്കാനുള്ള പ്രയോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഡെഫിനറ്റ്ലി നമ്മൾ റിസൾട്ട് ഉണ്ടാവും. അതെ ലൈഫിൽ ഞാൻ പഠിച്ചൊരു പാഠം, എനിക്ക് വലിയൊരു ഗുണപാഠം പറഞ്ഞ സാധനം അതാണ്. അതായത് നമ്മളെ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കുക, നമ്മളെ ചെയ്യുന്ന വർക്കിന് പ്രയോറിറ്റി കൊടുക്കുക, അപ്പോൾ പഠിച്ചവന് കൊടുക്കുക. നിസ്കാരവും കാര്യങ്ങളൊക്കെ പക്ക കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പഠിച്ചവൻ ഡെഫിനറ്റ്ലി നമ്മളെ ലൈഫ് കളറാക്കിയിടും. അതെ, നമ്മള് എന്താ പറയാ, നമുക്ക് തന്ന ജീവൻ മൂപ്പരാണ്. നമ്മളിവിടെ നമ്മളെ കഷ്ടപ്പാടിൽ നമ്മളെ സഹായിക്കുന്ന ആളാണ്. നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഞാൻ കണ്ടെടുത്തോളം സാധനം പറഞ്ഞു കഴിഞ്ഞാല്, പണ്ടൊക്കെ ഞാൻ പഠിച്ചോനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അങ്ങനെ അക്സെപ്റ്റബിൾ ഒന്നുമില്ല. പക്ഷേ ഞാൻ പിന്നെ കേട്ട് മനസ്സിലാക്കിയൊരു സാധനമുണ്ട്, പഠിച്ചോന്ന് പറഞ്ഞ ആള് മൂപ്പര് മുകളിൽ നിന്ന് ഡയറക്റ്റ്ലി മുഖം നടത്തി തരില്ല. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഏതെങ്കിലും ഒരു ആളായിട്ടേക്കാൾ നമുക്ക് നടത്തി തരിക. ഏതെങ്കിലും സിറ്റുവേഷനിൽ കറക്റ്റ് ആ ടൈമിൽ നമുക്ക് എടാ അതങ്ങനെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഫണ്ടായിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു തട്ടായിട്ടോ ഒരു സമ്മാനമായിട്ടോ അങ്ങനെ കുറെ സാധനങ്ങൾ വരാം. ഇതൊക്കെ പഠിച്ചോന്റെ സാധനമാണ്. അപ്പോൾ ഇതൊക്കെ കിട്ടിയത് മൂപ്പരൊരു
മീൻസ് പഠിച്ചോ എന്ന് പറയുന്ന സ്നേഹമാണല്ലോ. അപ്പൊ ഇത് മറ്റുള്ളവരെ മൈൻഡിലൊക്കെ ഇത് ഈ കടന്ന് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടാണല്ലോ നമുക്ക് കറക്റ്റ് കിട്ടിയത്. അപ്പൊ ബൈ ഗോഡ് ഗ്രേസ് നമ്മളിത് മൂപ്പർക്ക് പ്ലഷർ കൊടുക്കുക അല്ലെങ്കിൽ അതിന്റെ ഒരു സാധനം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്കൊന്ന് മനുഷ്യന്മാരാണ്. പിന്നെന്താ വെച്ചാൽ പഠിച്ചോമ്പോ പരീക്ഷിക്കും എന്ത് ആക്സിഡന്റ് അതെ. അല്ല അത് മാത്രല്ല, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ആക്സിഡന്റ് പറ്റും. ഒരു 2 മാസം കൂടുമ്പോൾ ഒരു വണ്ടി തട്ടും, അടുത്ത 2 ദിവസം വേറെ വണ്ടി തട്ടും. എങ്ങനെയൊക്കെ വണ്ടി തട്ടിയിട്ടാണ് ഇന്നെ പഠിച്ച പരീക്ഷിക്കണം എനിക്ക് തോന്നുന്നത്. അപ്പം ഞാനെന്ത് ചെയ്ത് എനിക്ക് എങ്ങനെ തട്ടിയാലും പ്രശ്നമല്ല, എങ്ങനെ തട്ടിയാലും ഞാൻ തളരൂല. കാരണം വെച്ചാൽ ഇതിനേക്കാളും വലുത് എനിക്ക് വരാനുള്ള വിചാരിച്ചാൽ ഞാൻ വീണ്ടും ലൈഫ് കളറാക്കി കൊണ്ടുവരും. തട്ടും, ഒരു 2000 രൂപ ചിലവോ, അടുത്ത് തട്ടും ഒരു 2000 രൂപ കൊണ്ട് ചിലവോ, ചിലപ്പോൾ 3000 രൂപ കയറും. അങ്ങനെ തട്ടി എൻ്റെ ജീവിതം മുന്നോട്ട് പോകും, അല്ലാതെ താഴോട്ട് വരില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഇനി എന്നും വരാനില്ലാന്ന് വിചാരിച്ചിട്ട് ഞാൻ മുന്നോട്ട് തന്നെ പോകും. ആ ഒരു ചിന്തയിലാണ് ഇപ്പം ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്കൂളിൽ പഠിച്ചപ്പോൾ ബാക്ക് ബെഞ്ചർ അങ്ങനെ വെച്ചാൽ മുന്നത്തെ ബെഞ്ചിലിരുന്നതിന് ബാക്കത്തെ ബെഞ്ചിലിരുന്നത് നടുവിലിരുന്നില്ല. മുന്നത്തെ ബെഞ്ചിലാ കൂടുതൽ ഇരുന്ന് വെച്ച് തോന്നുന്നത്. അല്ലല്ല, ഞാൻ 10ാം ക്ലാസ്സിൽ ആയിഷ ടീച്ചറുണ്ട്, ഇംഗ്ലീഷ് വായിച്ചാൽ പറഞ്ഞോട്. ഞാൻ ABCD ഇറങ്ങ വായിച്ച 10ാം ക്ലാസ്. അപ്പം അങ്ങനെ കുത്തുന്ന ആള് ഇപ്പം ഇംഗ്ലീഷ് വായിച്ചാരാ, മീനിങ് എല്ലാം അറിയില്ലെങ്കിലും ഇപ്പം ഇംഗ്ലീഷ് ഫുൾ വായിച്ചാരാ. അപ്പോൾ അങ്ങനെ +2 കോമേഴ്സ് എടുത്തപ്പോഴാണ് ഞാൻ ഇംഗ്ലീഷ് വായിച്ചാൽ പഠിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് അങ്ങനെ വെച്ചാൽ എന്നോട് പറ്റും, വിചാരിച്ചാൽ പറ്റുന്നില്ല. ആ സാധനം അപ്പോഴാണ് എനിക്ക് കിട്ടി. അപ്പോൾ നമ്മൾ വെറുതെ എന്ത് വിചാരിച്ച് ഒരാൾ ഫോഴ്സ് ചെയ്യാണ്ടാവും, ആരുണ്ടാവില്ല. അപ്പോൾ നമ്മളതായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള സാധനം കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പഠിച്ചാൽ തുടങ്ങി. അങ്ങനെയാണ് കോമേഴ്സ് എടുത്ത് കോമേഴ്സിൽ അക്കൗണ്ട്സ് പഠിച്ച് അക്കൗണ്ട്സ് നമുക്ക് ഓക്കെ ആണെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചത്. അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചാണ്ട് 1.5 വർഷം എക്സ്പീരിയൻസ് ആക്കിയാണ്ട് നേരെ പോയി ഈ ഫീൽഡ് കുത്തിറക്കണേ. അപ്പോൾ പഠിക്കണതൊന്നല്ല ജീവിതം, അതെ, ഇഷ്ടപ്പെട്ടതാണ് ജീവിതം. കഷ്ടപ്പെട്ട് അതിന്റെ ബാക്ക് കൂടിയ ഉത്തരം കിട്ടും എന്നുള്ളതാണ്. ഇതേമാതിരി അവിടെ ഇവിടെ ഇരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് കഷ്ടപ്പെട്ട ജീവിതം മാറ്റി വെച്ചാണല്ലേ. പക്ഷേ ഒരാളെ കീഴിൽ പണിയെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ ഒരാളെ കീഴിൽ പണിയെടുത്തതിനാൽ ക്ഷമ പഠിക്കും, പിന്നെ പൈസ ഉണ്ടാക്കൽ എങ്ങനെയെന്ന് പഠിക്കും, അതായത് പൈസ എവിടെ പോകണമെന്ന് പഠിക്കും, പിന്നെ ഒരാളായിട്ടുള്ള ഡീലിങ്. അതായത് ഇപ്പം ഞാൻ അക്കൗണ്ട്സ് ആകുമ്പോൾ എനിക്ക് കുറേ ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ഓലൊക്കെ എൻ്റെ കസ്റ്റമേഴ്സാണ്. അപ്പോൾ നിങ്ങളൊന്ന് പൈസ ഒന്ന് തരും. അപ്പോൾ എന്താ വെച്ചാൽ കാര്യം കാണാൻ കൈതക്കാലം പിടിച്ചാറില്ലേ, ആ സാധനം കറക്റ്റ് അത് ആ ഒരു സാധനം വരെ പഠിച്ചത് നമ്മൾ അക്കൗണ്ട്സിലൂടെയാണ്. അപ്പോൾ ഒരാളെ കീഴിൽ പണിയെടുക്കുക എന്ന് പറഞ്ഞത് ക്ഷമ ആണ് മെയിനായിട്ട് പഠിക്കുന്നത്. പിന്നെ മൊത്തം പഠിച്ചത്, അതായത് ഇപ്പം ഒരാളെ കീഴിൽ പണിയെടുക്കുക കഴിഞ്ഞാൽ ഒരു ഏകദേശം 3/4 ഭാഗം പഠിച്ചെന്നാണ്. പിന്നെ എന്നാൽ നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. അതായത് ഈ കേരള ആയാലും ഈ ഇന്ത്യ ആയാലും വേറെ എവിടെ ആയാലും സഞ്ചരിക്കാൻ നോക്കുക. അപ്പം കുറേ ആൾക്കാരെ നമ്മൾ പരിചയപ്പെടാൻ തുടങ്ങും. അപ്പം ഈ യാത്രൻ്റെ കഥ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി, അതായത് സ്കൂളിൽ പഠിച്ച ഹിന്ദി, ഡൽഹിക്ക് പോയപ്പോൾ കണ്ട ഹിന്ദി രണ്ടാണ് ആണല്ലോ. അപ്പൊ ഞാൻ ഇതേമാതിരി പുറത്ത് പോയപ്പോൾ കണ്ടൊരു സാധനമാണ്, അതായത് നമ്മള് പഠിച്ച ഹിന്ദി ഒന്നും അല്ല, അവിടെ ചെന്നാണ്ട് കഷ്ടപ്പെട്ട് കുടുങ്ങിയിട്ടൊരു പഠിത്തമുണ്ടല്ലോ. അതെ, ചോറ് വേണമെന്നുണ്ടെങ്കിൽ ഹിന്ദി അറിയണം. ആദ്യമായിട്ടാണ് നോർത്ത് പോയത്? അല്ല നോർത്ത് ഭാഗത്ത് കാര്യമാണ്. പക്ഷെ ഞാൻ ഹിന്ദി വരാൻ തുടങ്ങിയത് ഞാൻ നേതിമന്തി വർക്ക് ചെയ്തപ്പോഴാണ്. നേപ്പാളീസിൻ്റെ അടുത്ത് കുടുങ്ങി ഞാൻ. ഈ നമുക്കുകൾ അങ്ങനെ വർത്താനം വരാം, കുത്തി വിടാൻ പോയി ചോദിച്ചു. ഈ തെണ്ടികളെ ഇനി നമ്മൾ കളിയാക്കണോ, ഈ വേർത്തി പറയണോ, ഈ വേറെ പഠിച്ചാൽ നിവർത്തില്ല. ഞാൻ എൻ്റെ ചെങ്ങായി ഷുഹൈബറിനെ അവനോട് പറഞ്ഞ് ചെങ്ങിൻ്റെ ഒന്ന് പറഞ്ഞോടാ. അപ്പോൾ എന്നോട് പറഞ്ഞു ഇജ് പറഞ്ഞ തൊള്ളേക്ക് നോക്കി നിന്നോണ്ടിരുന്നത്, തൊള്ളേക്ക് നോക്കി നിന്നിട്ട് എത്ര പറയുന്ന നോക്കുകയാണ്. അപ്പോൾ കുറച്ചൊക്കെ മനസ്സിലായി. അപ്പോൾ എന്താ ഇത്, ഞാനിങ്ങനെ തോട ഇങ്ങനെ പറയാൻ തുടങ്ങി. തോട പറഞ്ഞ് ഇപ്പോൾ കുറച്ചൊക്കെ അറിയാം, കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതെ. ഇനിയിപ്പോൾ ഇന്ത്യ സംസാരിക്കുകയാണെങ്കിൽ ഓരെങ്ങനെ ലാഗ് അടിച്ച് പറയുകയാണെങ്കിൽ കറക്റ്റ് മനസ്സിലാവും. ഒറ്റടിക്ക് ഇപ്പോൾ നമ്മൾ പച്ചമലയാളം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലല്ലോ. നമ്മൾ ലാഗ് അടിച്ച് വെല്ല പറയുമ്പോൾ നമുക്ക് മനസ്സിലാവണവരാണ്. ഹിന്ദി വെല്ല പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം ഈ കുടുങ്ങുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നതാണ് പറയാനുള്ളത്. അതെ, സത്യം. അതെ, ജീവിതം പഠിക്കും കുടുങ്ങിയാല്. അതെ, അപ്പൊ കുടുങ്ങണം. ലൈഫിൽ എവിടെയെങ്കിലും കുടുങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും പഠിക്കൂല. ലൈഫ് നേരെ പോവാണെന്നുണ്ടെങ്കിൽ അതിൽ പഠിക്കാനില്ല. ECG തന്നെ നോക്കിയാൽ മതി, ഗ്രാഫ് നേരെ പോയ ആൾ ചത്തു എന്നാണ് ലൈഫിൽ. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പമ്പിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഡോക്ടർ വണ്ടി പഞ്ചറായി ആടെ ബ്രേക്ക് ഡൗൺ ആയി. എന്താ വെച്ച് പഞ്ചറായാണ്, സ്റ്റെപ്പിനുണ്ട് വീൽ വയ്ക്കാനുള്ള ഇതുണ്ട് വെച്ച്.
ആ ഒക്കെ ഉണ്ടായിരുന്നു. എന്തായി നിൽക്കണ അറിയില്ലടാന്ന്. ഓന് MBBS അടിച്ച് ഡോക്ടറാകാൻ പഠിച്ചു, ഒരു ടയർ മാറ്റാൻ പഠിച്ചില്ല. അതെ. അപ്പം എന്ത് ചെയ്ത് ഈ പഠിച്ചാത്തവനാണ് നമ്മൾ ചെയ്തത്. ഇപ്പം മണിച്ചേട്ടൻ പറഞ്ഞ മാതിരി ഞാൻ പഠിച്ചില്ലെങ്കിലും ഞാൻ ജീവിതം പഠിച്ചാണല്ലേ, ആ ഒരു സംഭവമാണ്. ലൈഫിൽ കുടുങ്ങിയോ മാത്രമേ ജീവിതം പഠിക്കൂ. അതെ, ജീവിതം പഠിക്കും. ജീവിതം പഠിക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കണോ, അപ്പോഴേ ജീവിതം പഠിക്കണോ. അപ്പൊ അങ്ങനെ ലൈഫിൽ കുടുങ്ങുന്ന കുറെ ആളുകൾ, ജീവിതം പഠിക്കുന്ന കുറെ ആളുകൾ, ജീവിതത്തിന് ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ, അങ്ങനെ ആളുകളാണ് നമ്മളുടെ ഇവിടെ കൂടെ ഇങ്ങനെ വന്നിരിക്കുക. അങ്ങനെയുള്ള അടുത്തൊരാളെയും കൊണ്ട് നമ്മൾ വളരെ പെട്ടെന്ന് വരും അല്ലേ. ടാറ്റാ.